കേരള രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് അനുകൂലമായ ധ്രുവീകരണം ശക്തിപ്പെടുന്നതായി സൂചന. 25% മുസ്ലിങ്ങളും 20% ക്രിസ്ത്യാനികളുമുള്ള കേരളത്തിൽ ബിജെപി മുന്നേറ്റം അസാധ്യമാണെന്നായിരുന്നു ഇതുവരെയുള്ള പൊതുവിലയിരുത്തൽ. ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും CPM-നും കോൺഗ്രസിനും ഒപ്പമായതിനാൽ ബിജെപി കേരളത്തിൽ ശക്തി കാട്ടില്ലെന്നായിരുന്നു ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും വിലയിരുത്തൽ. എന്നാൽ അപ്രതീക്ഷിതമായ ഈ കാഴ്ചപ്പാടിന് മാറ്റം വരികയാണ്. ക്രൈസ്തവ സഭകൾ എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് വഴങ്ങാമെന്നും ബിജെപി അനുകൂല നിലപാടിലേക്ക് മാറാമെന്നുമുള്ള പൊതുവിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. RSSനും BJP-ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കേരളത്തിലെ 25%-ൽ ഏറെ വരുന്ന മുസ്ലിം സമുദായം സ്വീകരിക്കുമെന്നായിരുന്നു പൊതുരാഷ്ട്രീയ വിലയിരുത്തൽ. ഇതിലാണ് പെട്ടെന്ന് മാറ്റം വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം, വിദേശ ധനസഹായത്തെ നിയന്ത്രിക്കാനുള്ള കേന്ദ്രത്തിന്റെ അധികാരം, ED മുതൽ ഇൻകം ടാക്സ് വരെയുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രം, ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറാൻ ന്യൂനപക്ഷ മതസംഘടനകളെ പ്രേരിപ്പിക്കുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. കാരാഗ്രഹം വേണോ കാര്യാലയം വേണോ എന്ന ചോദ്യത്തിന് കാര്യാലയം മതി എന്ന് ഉത്തരം നൽകി RSS ആസ്ഥാനത്തേക്ക് ചർച്ചയ്ക്ക് ആദ്യം ഓടിക്കയറിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ഇതിന് അവർ പറഞ്ഞ ന്യായീകരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനയുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു. നിരോധനം ഭയപ്പെട്ടും വിദേശ ഫണ്ട് തടസ്സപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയും സ്ഥാപനങ്ങളും സാമ്പത്തിക താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ നടന്ന ചർച്ചയെ ഏറ്റവും ശക്തമായി ന്യായീകരിച്ചതും പിന്തുണച്ചതും PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി എന്തിന് ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയെ പിന്തുണച്ചു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. RSSുമായി മുസ്ലിം ലീഗ് ചർച്ച നടത്തിയെന്ന RSS നേതാക്കളുടെ വെളിപ്പെടുത്തൽ ശരിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ നടത്തിയ വെളിപ്പെടുത്തൽ മുസ്ലിം ലീഗും BJP-ക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരം ലീഗ് MLA-യാണ് ചർച്ച നടത്തിയതെന്നും ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച നടന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ചർച്ചയെന്നുമാണ് ഹംസ പറയുന്നത്. ഇപ്പോൾ RSSന്റെ നേതാവ് പറഞ്ഞു, ഈയിടെ ലീഗിന്റെ MLA-യും കൂടിയും MLA-യും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു 2 ദിവസം മുമ്പ്. ഏത് MLA ആണെന്നുള്ളത് ലീഗ് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, അത് വേറെ കാര്യത്തിലേക്ക് കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി അല്ല, അത് കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം വെച്ച് പ്രതിനിധിയായി പോയ MLA ഉണ്ട്, അവരൊന്ന് വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഇടക്കാലത്ത് ലീഗിനെ CPM-ലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചർച്ച ഇങ്ങനെ വ്യാപകമായിരുന്നല്ലോ. അതും ഈ BJP-യുമായിട്ടുള്ള RSSുമായിട്ടുള്ള ചർച്ചയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അതെന്താ കാരണം എന്നോ, ലീഗും CPM-ഉം തമ്മിൽ ഇടതുപക്ഷവുമായി ചേരണമെന്ന് CPM ആഗ്രഹിക്കുന്നതിനേക്കാളും ലീഗ് ആഗ്രഹിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നത് BJP-യാണ്. സത്യത്തിൽ അതിന് ചരട് വിളിക്കുന്നത് BJP-യുടെ കോണുകളിൽ നിന്നാണ്, നാഗ്പൂരിൽ നിന്നാണ്, ബോംബെയിൽ നിന്നാണിത് അതിന് ചരട് വിളിക്കുന്നത്. അവർക്കാവശ്യം ലീഗ് CPM-വുമായി ചേർന്ന് കഴിഞ്ഞാൽ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയത്തിൽ ചില പോളറൈസേഷനൊക്കെ നടക്കും. അഥവാ CPM-ന്റെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടും. അങ്ങനെ വന്നാൽ CPM-ന്റെ പരമ്പരാഗതമായ ഹിന്ദു വോട്ട് ഒരു 15-20% ചോർന്ന് BJP-യിലേക്കും ചിലത് കോൺഗ്രസിലേക്കും പോകും. ഇത് നേട്ടം BJP-ക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഈ ആസൂത്രണം നടക്കുന്നത്. അവരുമായി അച്ചാരം പറ്റിയിട്ടാണ് ലീഗിനെ CPM-ലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ യഥാർത്ഥ കാര്യം. അതും ഈ MLA-യും RSSും തമ്മിലുണ്ടായ, ലീഗ് MLA-യും RSS തമ്മിലുണ്ടായ ചർച്ചയ്ക്ക് ചില ബന്ധങ്ങളുണ്ട്, ചില മാനങ്ങളുണ്ട്. പാർട്ടി ദിനപത്രത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതിനെ കുറിച്ച് ED നടത്തുന്ന അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും BJP-ക്ക് വഴങ്ങാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഹംസ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് റബ്ബറിന് 300 രൂപ തന്നാൽ BJP-ക്ക് ഒരു MP-യെ തരാമെന്ന്
തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞത്. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു എംപിയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ RSSും ആക്രമിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പാംപ്ലാനിയുടെ മറുപടി, അത്തരം ആക്രമണങ്ങളെയെല്ലാം തള്ളിപ്പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം നിലനിൽപ്പിന് ആവശ്യമാണെന്നാണ്. മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അത് സഭയുടെ ഒരു പൊതുവിഷയം തന്നെയാണ്. ആ വിഷയത്തെ ആയിട്ടുള്ള ഇടപെടലുകളും ചർച്ചകളും വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നും നിസ്സാരവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മലയോര കർഷകരുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പള്ളി തകർത്തു എന്നുള്ളത് മാത്രമല്ല, ആ വിഷയത്തിനൊപ്പം അവർക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനോടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ ഞങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നു എന്നല്ല. അതൊക്കെ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ഉത്തരവാദപ്പെട്ട സമിതികളിലും പറയേണ്ട സ്ഥാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. റബ്ബർ വിലയിടിവിനെതിരെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രക്ഷോഭം നടക്കുന്നുണ്ട്. കത്തോലിക്ക സഭയും ക്രൈസ്തവ സംഘടനകളും ദീർഘനാളുകളായി കോൺഗ്രസിനൊപ്പമായിരുന്നു. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്നതുകൊണ്ടും തങ്ങളുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമായതുകൊണ്ടുമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന വിദൂര പ്രതീക്ഷ പോലും ഇവർക്കാർക്കുമില്ല. പലവിധ താല്പര്യങ്ങൾ സംരക്ഷിച്ചതിനു വേണ്ടി ക്രൈസ്തവ സഭകളും മുസ്ലിം സംഘടനകളും BJPയും RSSുമായി ചർച്ച ആരംഭിക്കുകയും പതുക്കെ ആ പക്ഷത്തേക്ക് നീങ്ങുകയുമാണ് ചെയ്യുന്നത്. പാംപ്ലാനിയുടെ പ്രസ്താവനയ്ക്കെതിരെ MV ഗോവിന്ദൻ റബ്ബർ കൊണ്ടൊന്നും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റാൻ വരുത്താൻ ആകില്ലെന്ന് പറയുമ്പോഴും സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു സമ്മർദ്ദങ്ങളും മറികടക്കുന്നതിനും കേന്ദ്ര സർക്കാരിനും BJPക്കും അനുകൂലമായ നിലപാട് മാറ്റത്തിലാണ് സഭയും മുസ്ലിം സംഘടനകളും. ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ കാശില്ല, ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാതെ പല കാരണങ്ങൾ അതിനുണ്ടാവാം. അതിന്റെ പേരിൽ അവർ ബുദ്ധിമുട്ടുമ്പോൾ റബ്ബർ കർഷകർക്ക് കിട്ടുന്നില്ല. കുടിശ്ശികയായി പണ്ട് വാഗ്ദാനം ചെയ്തതും എടുത്തതുപോലും കിട്ടുന്നില്ലാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അതേസമയം കർഷകന്റെ മേൽ ജപ്തി നോട്ടീസുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ മുമ്പോട്ട് ഒരു ചുവട് വയ്ക്കാൻ മേലാത്ത പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് ന്യായമായൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയപ്പോൾ ക്രൈസ്തവ സഭകൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്ന പ്രതീതി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭകളുടെ വിട്ടുപോക്ക് കേരളത്തിൽ അധികാരത്തിലെത്തുന്നതിന് തടസ്സമായി. UDFന്റെ അടിത്തറയായ മുസ്ലിം ലീഗ് കൂടി ആടിക്കളിക്കുന്നതോടെ UDF കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഹംസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇടതുമുന്നണിയോട് മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തുകയാണ് സംഘപരിവാർ അജണ്ട എന്നാണ്. മുസ്ലിം ലീഗും ഇടതുമുന്നണിയും ഒന്നിക്കുന്നത് സൃഷ്ടിക്കുന്ന വർഗീയ ധ്രുവീകരണം BJPക്ക് കേരളത്തിൽ ഗുണകരമാകുമെന്നാണ് RSSന്റെ വിലയിരുത്തലെന്നും ഹംസ തുറന്നു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഈ 3 പേരും ശത്രുവാണെന്ന് വിചാരധാരയിലുള്ളതുകൊണ്ട് ഈ 3 കൂട്ടരും BJPയോട് സഹകരിക്കില്ല എന്ന വിലയിരുത്തലിലായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഗോവയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJP അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് അടുത്ത ലക്ഷ്യം കേരളമാണെന്നാണ്. മോദിയുടെ ഈ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ മാറ്റം ചൂണ്ടിക്കാണിക്കുന്നത്. റബ്ബർ കർഷകരെ സഹായിച്ചാൽ പിന്തുണയ്ക്കാൻ മടിയില്ല എന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയിൽ മനം കുളിർത്താണ് BJP നേതൃത്വം നിൽക്കുന്നത്. പ്രസ്താവനയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചർച്ച നടക്കുകയാണെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായുള്ള സഹകരണത്തിന് ശ്രമിക്കുന്ന BJPക്ക് റബ്ബർ ഒരു പാലമാവുകയാണ്. പ്രസംഗത്തെ സ്വാഗതം ചെയ്ത് BJP നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിയോജിച്ച് കോൺഗ്രസും CPMഉം രംഗത്ത് വന്നത് വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു വർഷം കഴിഞ്ഞു നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു.
നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പിന്തുണ നേടി അധികാരത്തിൽ വന്ന BJP ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ സഭകൾക്കും മുസ്ലിം സംഘടനകൾക്കും ആകാമെങ്കിൽ ഹിന്ദുക്കൾ എന്തിനാണ് കേരളത്തിൽ BJPയോട് പുറംതിരിഞ്ഞ് UDF-നും LDF-നും ഒപ്പം നിൽക്കുന്നത് എന്ന ചോദ്യമാണ് BJPയും സംഘപരിവാറും മതേതര ഹിന്ദു സമൂഹത്തോട് ഉയർത്തുന്നത്. ഇതിനെ എങ്ങനെയാണ് മതേതര കേരളം നേരിടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.